ആത്മലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവറിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തത്. ഈ വീഡിയോയിൽ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡ് എപ്പോഴൊക്കെ ഓപ്പൺ ആകുന്നുണ്ട്, അത് എങ്ങനെ റീപ്രോഗ്രാമിംഗ് ചെയ്യാമെന്നതിനെക്കുറിച്ചാണ്. നമ്മളെല്ലാവരും ഒരേ സമയം മൈക്രോ വേൾഡിലും മാക്രോ വേൾഡിലും അംഗമാണ്. സൂക്ഷ്മത്തിലുണ്ട് നമ്മൾ, സ്ഥൂലത്തിലുണ്ട് നമ്മൾ. അപ്പോൾ ഫിസിക്കൽ വേൾഡിൽ നമ്മൾ, അതായത് സ്ഥൂല ശരീരത്തിൽ അല്ലെങ്കിൽ ഫിസിക്കൽ വേൾഡിൽ എന്തെങ്കിലും സഫറിങ് നമ്മൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ അതാണ് സബ് കോൺഷ്യസ്ലി എറർ. സബ് കോൺഷ്യസ് മൈൻഡ് ഉള്ളത് നമ്മളുടെ ബ്രെയിനിൻ്റെ 10% ബ്രെയിനിലാണ്. ബാക്കി 90% ബ്രെയിനും കോൺഷ്യസ്നസ് ലെയേഴ്സായിട്ടാണ് കിടക്കുന്നത്. ഈ സബ് കോൺഷ്യസ് ലെയേഴ്സ് തന്നെ പല ലെയറുകളായിട്ടാണ് ഓരോ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുന്നത്. അതിന് ഫിസിക്കൽ ലെയറുണ്ട്, ഫീലിംഗ് ലെയറുണ്ട്, മെൻ്റൽ ലെയറുണ്ട്, അങ്ങനെ പല ലെയറുകൾ, ഇമോഷണൽ ലെയർ, ഇതെല്ലാം പല ലെയറുകളായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഫിസിക്കലി നമ്മൾ പ്ലേ ആകുമ്പോൾ എന്തെങ്കിലും നമുക്ക് സഫറിങ്, അതായത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എങ്കിൽ അതാണ് സബ് കോൺഷ്യസിലായിട്ടുള്ള എററുകൾ. അപ്പോൾ ഇത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ 10% ബ്രെയിൻ ഉപയോഗിച്ച് നമ്മൾ എത്ര തിങ്ക് ചെയ്താലും നമുക്കിത് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം 10% സബ് കോൺഷ്യസ് മൈൻഡ് ന്യൂറോളജിക്കൽ മെമ്മറിയാണ്, ബയോളജിക്കൽ ടൈമാണ്. അപ്പോൾ അതൊരു ലൂപ്പാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ, അവിടെ ഒരു 10% മാത്രമാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് തന്നെ നമ്മൾ കോൺഷ്യസ്നെസ് ലെയേഴ്സിലേക്ക് ആക്സസ് നേടിക്കൊണ്ട് സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാമിംഗ് ചെയ്യുകയാണെങ്കിൽ ബെറ്ററായിട്ട് നമുക്ക് റീപ്രോഗ്രാമിംഗ് ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡ് എപ്പോഴാണ് ഓപ്പൺ ആകുന്നത് എന്ന് വ്യക്തമായിട്ട് അറിയണം. അതെങ്ങനെ ഓപ്പൺ ചെയ്യാമെന്നും വ്യക്തമായിട്ട് അറിയണം. സബ് കോൺഷ്യസ് മൈൻഡ് ഡയറക്റ്റ്ലി ആക്സസബിൾ അല്ല. അപ്പോൾ അത് ഓപ്പൺ ആകുന്ന സമയത്ത് വേണം നമ്മളത് റീപ്രോഗ്രാമിംഗ് ചെയ്യാനായിട്ട്. സബ് കോൺഷ്യസ് മൈൻഡ് എപ്പോഴൊക്കെ ഓപ്പൺ ആകുന്നുണ്ടെന്ന് വെച്ചാൽ, നമ്മൾക്ക് എപ്പോഴൊക്കെ സഫറിങ് അനുഭവപ്പെടുന്നുണ്ടോ, അതായത് നിരാശ, വെറുപ്പ്, ദേഷ്യം തുടങ്ങിയ നെഗറ്റീവ് വികാരങ്ങൾ. ഇപ്പോൾ ബോറടിക്കുന്നത് പോലും ഒരു നെഗറ്റീവ് വികാരമാണ്. അതേപോലെ നമ്മൾ ടെൻഷൻ അടിക്കുന്നത്, സംശയം തോന്നുന്നത്, ആകാംക്ഷയൊക്കെ ഉണ്ടാവുന്നത്, ഉത്കണ്ഠയൊക്കെ ഉണ്ടാവുന്നത് നമ്മൾ വെറുതെ ഒരു കാര്യം, ഇല്ലാത്തൊരു കാര്യത്തിന് സങ്കല്പം ചെയ്തുകൊണ്ടാണ് ആകാംക്ഷ ഉണ്ടാവുന്നത്. അതങ്ങനെ സംഭവിക്കുമോ, അവരിപ്പോൾ എത്തിയിട്ടുണ്ടാവുമോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവുമോ, ഈ തരത്തിൽ നമ്മൾ ഇല്ലാത്തൊരു കാര്യത്തിന് സങ്കല്പം കൊടുത്ത് ജീവൻ നൽകുന്ന അതിനെയാണ് ആകാംക്ഷ എന്ന് പറയുന്നത്. അതേപോലെ ലജ്ജ, കൂടുതലായിട്ട് നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഇൻ്റലക്ച്വൽ എത്ര നമുക്ക് ടാലൻ്റ് ഉണ്ട് എങ്കിലും അതൊന്നും പ്രദർശിപ്പിക്കാനുള്ള ഒരു കഴിവില്ലായ്മ, ലജ്ജ, നമ്മളത് പോരാ എന്നുള്ളൊരു കോംപ്ലക്സ്, അത്തരത്തിൽ ഒരുപാട് സബ് കോൺഷ്യസ് എറർ നമ്മളിൽ ഉണ്ടാവാം. കാരണം പലരും വളർന്നു വരുന്നത് ഓരോരുത്തരുടെ ജീവിത സാഹചര്യം അനുസരിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ എററുകളെല്ലാം സംഭവിക്കാം. പക്ഷേ കുറച്ച് ടാലൻ്റ് ആയിട്ടുള്ള ആൾക്കാർ അറിവ് നേടിക്കഴിഞ്ഞാൽ ഇത് റീപ്രോഗ്രാമിംഗ് ചെയ്യുന്നുണ്ട്. ഒന്നെങ്കിൽ അവർ ഓരോ അനുഭവങ്ങൾ, എക്സ്പീരിയൻസ് വേഗത്തിൽ എടുത്ത് അത് ലേൺ ചെയ്ത് അത് പഠിച്ച് അടുത്ത ഘട്ടത്തിലേക്ക് അവർ കടക്കുന്നുണ്ട്. ഈ എററിനെ കടന്നു കഴിഞ്ഞാൽ അടുത്തൊരു ഘട്ടത്തിലേക്ക് അവർക്ക് കടക്കാം. ആക്ച്വലി സബ് കോൺഷ്യസ്ലി എററൊന്നും ഇല്ല എങ്കിൽ നമ്മുടെ ജീവൻ്റെ പരിണാമം വളരെ വേഗത്തിൽ സംഭവിക്കും. ജീവൻ എന്ന് പറയുമ്പോൾ പ്രകാശത്തേക്കാൾ വേഗത്തിലാണ് അതിൻ്റെ പരിണാമം സംഭവിക്കുന്നത്. അതായത് അവിടെ ടൈം സ്ലോ ആണ്. ഫിസിക്കൽ വേൾഡിൽ ടൈം കുറവാണ്. ഭയങ്കര, നമുക്കിപ്പോൾ 100 വയസ്സ് ആയുസുള്ളൂ. എന്നാൽ ജീവൻ എന്ന് പറയുന്നത് അതിന് ലിമിറ്റില്ല, അതിന് മരണമില്ല. അപ്പോൾ അവിടെ സംഭവിക്കുന്ന പരിണാമം, അവിടുത്തെ ടൈം എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. അവിടെ സ്പേസാണ് ചുരുങ്ങുന്നത് എങ്കിലും ടൈം അൺലിമിറ്റഡ് ആണ്. ഇവിടെ ടൈം നമുക്ക് ലിമിറ്റഡ് ആണ്. അതായത് ഇപ്പോൾ നമുക്ക് 100 വയസ്സേ ഉള്ളൂ. അവിടെ ആ 100 വയസ്സല്ല ജീവനുള്ളത്. നമ്മുടെ ഈ ആയുസ്സിനപ്പുറവും ജീവൻ നിലനിൽക്കും. ജീവനെ ഒരിക്കലും നമുക്ക് നശിപ്പിക്കാൻ സാധിക്കില്ല. അത് അതിൻ്റെ ഒരു പരിണാമ ഘട്ടത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് ഇത്രയും അധികം എറർ ഉണ്ട് എങ്കിൽ നമുക്ക് മൂവ് ആകാൻ പറ്റില്ല. നമ്മൾ ഒരേ സ്ഥലത്ത് തന്നെ ജീവൻ്റെ പരിണാമം നിൽക്കുന്നു എന്ന് വേണം പറയാൻ. എറർ ഉണ്ട് എങ്കിൽ അവിടെ സ്റ്റോപ്പാവും ജീവൻ്റെ പരിണാമം. അത് പ്രകാശത്തേക്കാൾ വേഗത്തിലാണ് ജീവൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ സഞ്ചരിക്കുന്നത് വളരെ പതുക്കെയാണ്.
അപ്പോൾ ആ ഓരോ എറർ വരുമ്പോഴും അവിടെ ഒരു സ്റ്റോപ്പ് വരികയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ബോറടിക്കുന്നു എന്ന് പറഞ്ഞാൽ മറ്റുള്ള എററുകളൊക്കെ നമുക്ക് ലേൺ ചെയ്തുകൊണ്ട് അടുത്തൊരു ഘട്ടത്തിലേക്ക് കടക്കാൻ പറ്റും. ബോറടിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജീവൻ്റെ പരിണാമം സ്റ്റോപ്പായിപ്പോയി, കംപ്ലീറ്റ് സ്റ്റോപ്പായിപ്പോയി എന്ന് തന്നെ പറയാം. കാരണം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിലും ആത്മാവിന് സംതൃപ്തിയില്ല, സാറ്റിസ്ഫാക്ഷൻ ഇല്ല, അതൊരു പടി പോലും മുന്നോട്ട് ചലിക്കുന്നില്ല, പരിണാമം സംഭവിക്കുന്നില്ല. അപ്പോഴാണ് നമുക്ക് ബോറടിക്കുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഫിസിക്കലി എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കും, എന്തെങ്കിലും പുറത്തൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ നോക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് അഡിക്ഷൻ ഉണ്ടായി അതിൽ നിന്ന് പ്ലഷർ എടുത്ത് നമ്മുടെ ആ ബോറടി മാറ്റാൻ ശ്രമിക്കും. അപ്പോഴൊക്കെ നമ്മൾ ഒന്നെങ്കിൽ നമ്മൾ മൊബൈൽ കൂടുതൽ സമയം ഉപയോഗിക്കും, നമ്മുടെ നിയന്ത്രണത്തിലല്ല പിന്നെ മൊബൈൽ ഉപയോഗം, അതേപോലെ TV, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിലേക്ക് നമ്മുടെ അഡിക്ഷനായിട്ട് നമ്മൾ കടന്നു കഴിയും. അപ്പോൾ ജീവൻ്റെ പരിണാമം നമുക്ക് ബോറടിക്കുന്നതായിട്ട് തോന്നില്ല, പക്ഷേ ജീവൻ്റെ പരിണാമം അവിടെ സ്റ്റോപ്പായിട്ടുണ്ടാവാം. അപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു പരിണാമം അവിടെ സ്റ്റോപ്പാവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിലും സെൽഫിന് സാറ്റിസ്ഫാക്ഷൻ ഇല്ല, കംപ്ലീറ്റ്ലി അപ്പോൾ അവിടെ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. എന്താണിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ജന്മത്തിൽ അവിടെ സ്റ്റോപ്പായി പോയി നമ്മുടെ പരിണാമം, ജീവൻ്റെ പരിണാമം. അപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ കംപ്ലീറ്റ് ചേഞ്ച് വരുത്തിയാൽ മാത്രമാണ്. കാരണം നമ്മൾ സെൽഫിഷായി മാറിയിട്ടുണ്ടാവാം, നമ്മുടെ കാര്യങ്ങൾ മാത്രം, സ്വന്തം കാര്യം മാത്രമായിട്ട് നടക്കുന്നവർക്ക് ജീവൻ്റെ പരിണാമം അവിടെ സ്റ്റോപ്പാവും. നമ്മളുടെ മുമ്പിൽ ഒരാൾ വേദന അനുഭവിക്കുന്നുണ്ട് എങ്കിൽ ആ വേദന നമ്മൾ കാണുന്നുണ്ട് എങ്കിൽ അത് നമ്മളും കൂടിയാണ് അനുഭവിക്കുന്നത്. ആക്ച്വലി ജീവന് എല്ലാം ബോധതലത്തിൽ എല്ലാം ഒന്നാണ്. അതുകൊണ്ട് അതിന് വേർതിരിച്ചൊന്നുമില്ല. അവിടെ നിങ്ങളും ഞാനും എല്ലാം ഒന്നാണ് ബോധതലത്തിൽ. അപ്പോൾ ഞാൻ എൻ്റെ കാര്യം മാത്രം എന്ന് ശ്രദ്ധിച്ച് അവിടെ നിന്ന് മാറി നിൽക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ജീവന് അത് സഫറിങ് ആയിരിക്കും. ജീവൻ അവിടുന്ന് ഒരടി മുന്നോട്ട് ചലിക്കില്ല. അപ്പോൾ ആദ്യം ഇടേണ്ട കാര്യം നമ്മുടെ സെൽഫിഷാണ്. സ്വന്തം കാര്യം, സ്വന്തം വളർച്ച, സ്വന്തം ഫേമസ്, അങ്ങനത്തെയുള്ള കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കണം എന്നുള്ളതാണ്. എല്ലാവരും നമ്മൾ തന്നെയാണ്, ഒരേ കോൺഷ്യസ്നെസ്സിൽ നിന്ന് തന്നെയാണ് ഇതെല്ലാം ഉണ്ടായി നിൽക്കുന്നത്. അപ്പോൾ ഡിവൈൻ വൺനെസ് തന്നെയാണ് നമ്മൾ. അപ്പോൾ മറ്റൊരാളെ നമ്മൾ ഒരു ആഗ്രഹവുമില്ലാതെ, നമ്മൾ അവരിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ ഹെൽപ്പ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ഒരു പരിണാമ വളർച്ച ജീവന് സംഭവിക്കുള്ളൂ. അല്ലെങ്കിൽ ജീവൻ്റെ പരിണാമം അവിടെ സ്റ്റോപ്പാവും. കാരണം അവർ വളർന്നില്ലെങ്കിൽ നമ്മളും അവിടെ സ്റ്റോപ്പാണ്. നമ്മുടെ മുമ്പിൽ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അവരവിടെ സഫറിങ് ആണ് എങ്കിൽ നമ്മളും സഫറിങ് ആണ്, നമുക്കും ചലിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ ഇപ്പോൾ നിരാശ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ അത് നമ്മളെ ഒരുപാട് ജീവിതത്തിൽ നമ്മൾ ഒന്നിനും കൊള്ളാത്തൊരു മനുഷ്യനായിട്ടൊരു വ്യക്തിയായിട്ട് നമ്മളെ തന്നെ നമ്മൾ വെറുതെ ചിന്തിച്ചു കൂട്ടുകയാണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് കടന്നു വരണം. ഇതെല്ലാം എററുകളാണ്. അതേപോലെ തുടർച്ചയായി ദുഃഖത്തിൽ തന്നെ, ജീവിതം കംപ്ലീറ്റ് ദുഃഖത്തിൽ തന്നെ ഇരിക്കും ചില ആൾക്കാർ. അതിൽ നിന്ന് വിട്ടുപോരാൻ പറ്റുന്നില്ല. എത്ര സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ പുറത്ത് നടന്നാലും അവർക്ക് ഈ ദുഃഖത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ പറ്റുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള ആൾക്കാരും എന്താണ്, ടൈം ലൂപ്പിൻ്റെ ഉള്ളിൽ പെട്ടുപോയി. ഇപ്പോൾ ടൈം ലൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളിപ്പോൾ ഒരാളെ കാത്തു നിൽക്കുകയാണെങ്കിൽ നമുക്കറിയാം സമയത്തിന് വളരെ ദൈർഘ്യം കൂടുതൽ പോലെ തോന്നും. അത് ഒരു ടൈം ലൂപ്പാണ്, ബയോളജിക്കൽ ടൈമാണ്. എന്നാൽ നമുക്കൊരു സന്തോഷമുള്ള കാര്യം, ഒരു ടൂറ് പോകുന്ന അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ സന്തോഷം വളരെ വേഗത്തിൽ പോയി തീരുന്നത് കാണാം. അപ്പോൾ ടൈം ലൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു എററിൽപ്പെട്ട് അവിടെ സ്റ്റക്കായി നിൽക്കുന്നതാണ് ടൈം ലൂപ്പ്. അപ്പോൾ നമ്മുടെ ആ ഒരു സ്പീഡ് അവിടെ കുറഞ്ഞു, ജീവൻ്റെ പരിണാമത്തിൻ്റെ സ്പീഡ് അവിടെ കുറഞ്ഞു, അവിടെ സ്റ്റോപ്പായി എന്നുള്ളതാണ്. അപ്പോൾ ഇത് പരിഹരിക്കാനായിട്ട് നമ്മുടെ ബുദ്ധി ഉപയോഗിക്കും. നമ്മൾ മെൻ്റൽ ലെയറിൽ ബുദ്ധി ഉപയോഗിച്ചിട്ട് നമ്മൾ ലോജിക് തിങ്കിങ് നടത്തും. മെൻ്റൽ ലെയറിലാണ് നമ്മുടെ ക്രിയേറ്റിവിറ്റിയും എനർജിക്കും എല്ലാം ഉള്ളത്, എനർജിയും എല്ലാം ഉള്ളത് മനോശക്തിയിൽ. അപ്പോൾ ഈ മെൻ്റൽ ലെയർ ഉപയോഗിച്ച് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഇത് സോൾവ് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് ചിന്തിക്കും. പക്ഷേ ഇത് 10% ഓഫ് ബ്രെയിനിലായതുകൊണ്ട് ഒരിക്കലും ഇതിനൊരു സൊല്യൂഷൻ കിട്ടില്ല. കാരണം ഇത് തന്നെയാണ് നമ്മൾ റിപ്പീറ്റഡായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ സ്റ്റോപ്പായി പോയത്.
അപ്പോൾ നമ്മൾ കോൺഷ്യസ്നെസ്സിൻ്റെ അവെയർനെസ്സിനെ കൊണ്ടുവരണം. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് എപ്പോഴാണ് ഓപ്പൺ ആകുന്നത് എന്ന് വെച്ചാൽ നമുക്ക് ഈ ഫീലിംഗ് അനുഭവിക്കുന്ന ആ നിമിഷം നമ്മൾ അവെയർനെസ്സോട് കൂടിയിട്ട് നമ്മുടെ ചിന്തകളെ ശ്രദ്ധിക്കണം. നിരാശയാണെങ്കിൽ നിരാശ, ബോറടിക്കുന്നുണ്ടെങ്കിൽ ബോറടിക്കുന്ന ആ ചിന്തയെ നിരീക്ഷിക്കണം. ഉത്കണ്ഠയാണെങ്കിൽ, ആകാംക്ഷയാണെങ്കിൽ അപ്പോൾ നടക്കുന്ന മനസ്സിലെ ചിന്തകളെ നിരീക്ഷിക്കണം. അവെയർനെസ് കൊണ്ട്, ശ്രദ്ധ കൊണ്ട് നിരീക്ഷിക്കണം. അതിനുശേഷം നമ്മളിൽ ഏത് വികാരമാണ് സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയണം. നിരാശയാണോ, വെറുപ്പാണോ, ഒറ്റപ്പെടുന്ന പോലെയാണോ, ബോറടിക്കലാണോ, സ്വയം വിമർശനമാണോ, ദുഃഖമാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് പരുഷമായി പെരുമാറുന്നതാണോ തുടർച്ചയായിട്ട്, അല്ലെങ്കിൽ സന്തോഷക്കുറവാണോ, മടിയാണോ, അഹങ്കാരമാണോ, കോംപ്ലക്സ് ആണോ, ലജ്ജയാണോ, ഇങ്ങനെയുള്ള ഏതാണ് നെഗറ്റീവ് ഫീലിങ്സ് അവിടെ അനുഭവപ്പെടുന്നതെന്ന് തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം സബ് കോൺഷ്യസ് മൈൻഡ് ലെയറിൻ്റെ ആ ലെയർ ഓപ്പണാണ്. ആ സമയത്ത് നമുക്കവിടെ റീപ്രോഗ്രാമിംഗ് ചെയ്യാൻ പറ്റും. ആ സമയത്ത് നമുക്ക് എന്താണോ നമ്മൾ ആകാൻ ആഗ്രഹിക്കുന്നത് അതവിടെ പ്രോഗ്രാമിംഗ് ചെയ്തു വയ്ക്കാൻ പറ്റും. അപ്പോൾ ബെറ്റർ ആയിട്ടുള്ളത് ഏതാണോ അവിടെ ആ പ്രോഗ്രാമിംഗ് ചെയ്യാം. അപ്പോൾ ആ ഉള്ളത് റീപ്ലേസ് ആയി അടുത്ത ഒരു നല്ലൊരു കാര്യം അവിടെ പ്രോഗ്രാമിംഗ് ചെയ്യപ്പെടും. ഇത് റീപ്രോഗ്രാമിംഗ് ആയോ എന്ന് നമുക്കറിയാൻ വേണ്ടി പിന്നീട് ഇതേപോലത്തെ ഒരു അവസരങ്ങൾ വരുമ്പോൾ, നമുക്കിപ്പോൾ ഒരു അസൂയാണ് തോന്നുന്നത് എങ്കിൽ അതേപോലത്തെ അവസരങ്ങൾ വീണ്ടും വരാം. അസൂയ തോന്നേണ്ട സാഹചര്യം വീണ്ടും വരാം. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മളെ ശ്രദ്ധിക്കുക. നമുക്കിപ്പോൾ അസൂയ അനുഭവപ്പെടുന്നത് ആദ്യത്തെ അത്രയും തീവ്രതയിൽ അനുഭവപ്പെടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരിക്കലും നമ്മൾ റീപ്രോഗ്രാമിംഗ് ചെയ്തതുകൊണ്ട് തന്നെ ആദ്യത്തെ അത്രയും തീവ്രതയിൽ അനുഭവപ്പെടില്ല, പക്ഷേ ചെറിയ രീതിയിൽ അനുഭവപ്പെടുന്നുണ്ടാവാം. അപ്പോൾ വീണ്ടും നമ്മൾ ഇതേ റീപ്രോഗ്രാമിംഗ് ആ സെക്കൻഡിൽ തന്നെ ചെയ്യാം. അവിടെ ആ ഫീലിങ്ങിനെ റീപ്ലേസ് ചെയ്ത് നല്ലൊരു പോസിറ്റീവ് ഫീലിങ്സിനെ അവിടെ റീപ്ലേസ് ചെയ്യാം. പക്ഷേ അതേതാണ് ഫീലിംഗ് എന്ന് തിരിച്ചറിഞ്ഞാലാണ് അതിനെ റീപ്ലേസ് ചെയ്യാൻ എളുപ്പം. അപ്പോഴാണ് സബ് കോൺഷ്യസ് മൈൻഡ് ഓപ്പൺ ആവുള്ളൂ. ഇനി ഒരു മെത്തേഡാണ് ബ്രെയിനിനെ ആൽഫ സ്റ്റേജിലേക്കും തീറ്റ സ്റ്റേജിലേക്കും കാമാക്കി കൊണ്ടുവന്നതിന് ശേഷം റീപ്രോഗ്രാമിംഗ് ചെയ്യുന്നത്. ചെറിയൊരു രീതിയിലാണെങ്കിൽ ഇതിനേക്കാളും വളരെ ഹൈലി അഡ്വാൻസ്ഡ് ആയ രീതിയിൽ നമുക്ക് ബെറ്ററായിട്ട് റീപ്രോഗ്രാമിംഗ് ചെയ്യാൻ പറ്റും. വളരെ ഈസി ആയിട്ട് നമുക്ക് ഏതൊരു സാഹചര്യത്തിലും നമുക്ക് പ്ലേ ആകാൻ പറ്റും. ഇതിന് നമ്മൾ ചെയ്യേണ്ട ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4-7-8 എന്നുള്ള ബ്രീത്തിങ് ടെക്നിക്കാണ്. 4-7-8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 സെക്കൻഡ് ബ്രീത്തിങ് ഉള്ളിലേക്ക് എടുക്കുക മൂക്കിലൂടെ, 7 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക, 8 സെക്കൻഡ് വായിലൂടെ പുറത്തേക്ക് വിടുക. അപ്പോൾ 3 പ്രാവശ്യം ഇത് ചെയ്ത് കഴിയുമ്പോൾ ബ്രെയിൻ ഒരു ബീറ്റ എന്നുള്ള സ്റ്റേജ് കുറഞ്ഞു വരുന്നതായിട്ട് കാണാം, കാമാകാൻ തുടങ്ങും. 3 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കണ്ണടച്ച് ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ആ 3 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ സ്വാഭാവികമായ ബ്രീത്തിങ്ങിനെ അവെയർനെസ്സോടെ ശ്രദ്ധിക്കുക. നമ്മുടെ മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് പോകുന്നതും പുറത്തേക്ക് വരുന്നതും സാധാരണ ശ്വാസം, നമ്മളപ്പോൾ ബ്രീത്തിങ് ഹോൾഡൊന്നും ചെയ്യുന്നില്ല, അതിൻ്റെ എങ്ങനെയാണോ പോകുന്നത് അതിനെ ശ്രദ്ധിക്കുക. 10 മിനിറ്റ് അങ്ങനെ ശ്രദ്ധിച്ചിരിക്കുക. 10 മിനിറ്റ് അങ്ങനെ ശ്രദ്ധിച്ചിരുന്ന് കഴിഞ്ഞിട്ട് വീണ്ടും 4-7-8 ഒരു പ്രാവശ്യം ചെയ്യാം. ആദ്യം 3 പ്രാവശ്യമാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ 10 പ്രാവശ്യം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം കൂടി ചെയ്യാം. 4 സെക്കൻഡ് ബ്രീത്തിങ് ഉള്ളിലേക്ക് എടുക്കുന്നു, 7 സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്നു, 8 സെക്കൻഡ് വായിലൂടെ പുറത്തേക്ക് വിടുന്നു, സാവകാശം പുറത്തേക്ക് വിടുന്നു. അതിനുശേഷം നമ്മൾ കണ്ണടച്ച് നമ്മുടെ ബോഡി ഫുള്ള് നമ്മുടെ അവെയർനെസ് കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ തല തൊട്ട് കാല് വരെ നമുക്ക് സ്ലോ ആയിട്ട് അവെയർനെസ്സോടുകൂടി ശ്രദ്ധിച്ചാൽ മതി. വളരെ വേഗത്തിൽ ശ്രദ്ധിക്കേണ്ട, പതുക്കെ നമ്മുടെ തല, കണ്ണ്, മൂക്ക്, മുഖം, കഴുത്ത്, അതേപോലെ ബാക്ക് സൈഡ്, ഫ്രണ്ട് എല്ലാം, കാല് വരെ ശ്രദ്ധിക്കുക. വിരലിൻ്റെ അറ്റം വരെ ശ്രദ്ധിക്കുക. വിരലിൻ്റെ അറ്റത്തുനിന്ന് മുകളിലേക്കും ഒന്നും കൂടി ശ്രദ്ധിക്കുക. ഫുൾ അവെയർനെസ്സിലായി നമ്മുടെ ബോഡി. ആ സമയത്ത് നമ്മുടെ മൈൻഡിന് നമുക്ക് ഒരു പ്രോബ്ലം ഉണ്ട് എങ്കിൽ നമ്മൾ ആ സമയത്ത് ഇൻസ്ട്രക്ഷൻ കൊടുക്കുക. എനിക്ക് ഇന്നൊരു എറർ ഉണ്ട് എൻ്റെ മൈൻഡിൽ, എനിക്ക് നിരാശ അനുഭവപ്പെടുന്നുണ്ട്, എനിക്ക് വെറുപ്പ് അനുഭവപ്പെടുന്നുണ്ട്, എനിക്ക് ദേഷ്യം കൂടുതലായിട്ട് വരുന്നുണ്ട്, എനിക്ക് അസൂയ പല സമയത്ത് അനുഭവപ്പെടുന്നുണ്ട്, എനിക്ക് ബോറടിക്കുന്നുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ഇതിന് കാരണം, എന്താണ് ഇതിന് റീസൺ എന്ന് ചോദിക്കുക. ആ സമയത്ത് നമുക്ക് ആൻസർ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും
നമ്മൾ ആ സമയത്ത് ചോദിക്കുക. അതിനുശേഷം എൻ്റെ മൈൻഡ് ഒന്ന് റീപ്രോഗ്രാമിങ് ചെയ്യണം, എറർ ഒന്ന് റീപ്രോഗ്രാമിങ് ചെയ്യണം എന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്ത് അവിടെ അല്പസമയം ഇരിക്കുക. ശാന്തമായിട്ട് ഇരുന്നുകൊണ്ട് നമ്മൾ സാധാരണ ശ്വാസത്തെ ശ്രദ്ധിക്കുക. പിന്നെ 4 പ്രാവശ്യം ചെയ്യാൻ പാടുള്ളൂ. 4, 7, 8 എന്നുള്ള ആ ബ്രീത്തിങ് ടെക്നിക്ക് 4 പ്രാവശ്യം ചെയ്യാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ ഒരു ദിവസത്തിൽ ചെയ്യാൻ പാടില്ല. അടുത്ത ദിവസമാണ് പിന്നെ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്കൊരു കാം സ്റ്റേജിലേക്ക് എത്തും. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് സാവകാശം കണ്ണ് തുറന്ന് എണീറ്റ് വരാം. അപ്പോൾ നമുക്കൊരു റിലാക്സേഷൻ ഫീൽ അനുഭവിച്ചിട്ടുണ്ടാവാം. ആ സമയത്ത് നമ്മൾ പിന്നീട് നമ്മൾ പ്ലേ ആയി നോക്കുമ്പോൾ നമുക്ക് അത്രയും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടാവില്ല. മൈൻഡ് ഒന്ന് കാമായിട്ടുണ്ടാവാം. ഇതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ചില വ്യക്തികൾ വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ആ വ്യക്തികളുടെ കാഴ്ചയിൽ ആ വ്യക്തി നല്ലൊരു ഗുഡ് പേഴ്സണാലിറ്റി ലുക്കിംഗ് ഒക്കെ ആയിരിക്കാം. പക്ഷെ ആ വ്യക്തി ഇങ്ങോട്ടേക്ക് കടന്നു വരുമ്പോൾ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതായിട്ട് പല സമയത്തും എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവാം. എന്താണ് ഇതിന് കാരണം? ഇതിന് കാരണം നമ്മുടെ സബ് കോൺഷ്യസ് എററിനെ ആ വ്യക്തിയുടെ സബ് കോൺഷ്യസ് നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ പോസിറ്റീവ് എനർജി നമ്മളെ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട്, നമ്മളിൽ ആധിപത്യം സ്ഥാപിക്കുന്നുണ്ട്. അതിന് കാരണം നമ്മളിലുള്ള സബ് കോൺഷ്യസ് മൈൻഡ് എററാണ്. അപ്പോൾ നമ്മൾ പരിഹരിക്കേണ്ടത് നമ്മുടെ എറർ തന്നെയാണ്. ആ വ്യക്തിയിൽ നമ്മൾ ആധിപത്യം ചെലുത്തേണ്ട ഒരാവശ്യവുമില്ല. അപ്പോൾ ആ വ്യക്തി അങ്ങനെ തന്നെ ആയിരിക്കാൻ നമ്മൾ അക്സെപ്റ്റൻസാണ് വേണ്ടത്. ആ വ്യക്തിയെ ആ വ്യക്തിയായി തന്നെ അനുവദിച്ചുകൊണ്ട് നമ്മളുടെ എററാണ് നമ്മൾ റീപ്രോഗ്രാമിങ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ എറർ മാറിക്കഴിയുമ്പോൾ തന്നെ ആ വ്യക്തിക്ക് സ്വാഭാവികമായിട്ട് നമ്മളിൽ ഒരു സ്വാധീനവും ചെലുത്താൻ സാധിക്കില്ല, നമ്മളെ ഡോമിനേറ്റ് ചെയ്യാൻ സാധിക്കില്ല, നമുക്കൊരു നെഗറ്റീവ് ഫീലിംഗ് നമുക്ക് തരാൻ സാധിക്കില്ല ആ വ്യക്തിയെ കൊണ്ട്. അപ്പോൾ നമ്മൾ പോസിറ്റീവായി തന്നെ നിലനിൽക്കാൻ സാധിക്കും നമ്മുടെ എറർ മാറിക്കഴിഞ്ഞാൽ. അപ്പോൾ വീണ്ടും ഇതേപോലെയുള്ള സിറ്റുവേഷൻസൊക്കെ പല പ്രാവശ്യം ഉണ്ടാവും. അപ്പോഴൊക്കെ നമുക്ക് അടുത്ത ഒരു ഘട്ടത്തിലേക്ക് ഒരുപാട് ഫീലിംഗ് ബ്ലോക്കുകൾ ഉണ്ടാവാം നമ്മുടെ കയ്യിൽ. ആ ഒരുപാട് ഫീലിംഗ് ബ്ലോക്കുകളിൽ നിന്നെല്ലാം നമ്മൾ ഓരോ ഘട്ടം ഘട്ടമായിട്ട് വേണം, എല്ലാം ഒരുമിച്ച് റീപ്രോഗ്രാമിങ് ചെയ്യാൻ സാധിക്കില്ല. പല പ്രാവശ്യം ഇത് അനുഭവിക്കുമ്പോഴാണ് സബ് കോൺഷ്യസ് മൈൻഡ് ലെയർ ഓപ്പൺ ആകുന്നത്. ആ സമയം അറിഞ്ഞ് വെച്ച് നമ്മൾ അതിന് റീപ്രോഗ്രാമിങ് ചെയ്ത് വേണം കൊണ്ടുവരാൻ. എല്ലാ ബ്ലോക്കുകളും നമ്മൾ ഒറ്റയടിക്ക് റീപ്രോഗ്രാമിങ് ചെയ്യാൻ സാധിക്കില്ല. നമ്മളിപ്പോൾ ഒരുപാട് അറിവുകളൊക്കെ നേടിക്കഴിഞ്ഞു. നമ്മുടെ ഈ 10% ബ്രെയിനിലാണ് ഇത്രയും അറിവുകൾ നമ്മൾ സമ്പാദിച്ച് വയ്ക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മളെക്കാളും അറിവ് കുറഞ്ഞ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് നമ്മുടെ ആ ഒരു അറിവ് അവിടെ മെൻ്റൽ ബ്ലോക്ക് സംഭവിക്കും. കാരണം എന്താണ്? ആ വ്യക്തിക്ക് നമ്മൾ പറയുന്നൊരു കാര്യം മനസ്സിലാവില്ല. അപ്പോൾ അവിടെ ഒരു ബ്ലോക്ക് സംഭവിക്കും. അപ്പോൾ അതിന് ആ വ്യക്തിയല്ല കാരണം, ആക്ച്വലി നമ്മളുടെ സബ് കോൺഷ്യസ് എററാണ്. നമ്മൾ അത്രയധികം അത് റൺ ചെയ്യാനുള്ള ഒരു ആ വ്യക്തിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം അവിടെ ഇല്ല നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ. അപ്പോൾ യൂണിവേഴ്സ് എല്ലാവരെയും നമ്മുടെ മുമ്പിൽ സാഹചര്യങ്ങളായിട്ട് കൊണ്ടു നിർത്തും. പ്ലേ ചെയ്ത് നോക്കും, റൺ ചെയ്ത് നോക്കും, എല്ലാം എക്സിക്യൂട്ട് ആകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ എററുകൾ നമ്മൾ പരിഹരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവരെയും അവരായി തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട് എങ്കിൽ നമ്മളിൽ സബ് കോൺഷ്യസ് എറർ ഇല്ല എന്ന് തന്നെ പറയാം. എല്ലാത്തിനെയും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്, അവരായി ഇരിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. നമ്മളിൽ ഒരു ഫീലിങ്ങും ഉണ്ടാക്കുന്നില്ല എങ്കിൽ നമ്മൾ ഫുള്ളി ഡിറ്റാച്ച്ഡ് ആണ്. ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ല. നമുക്ക് എവിടെയൊക്കെ സഫറിങ് വരുന്നുണ്ടോ അവിടെ മാത്രമാണ് നമ്മൾ അറ്റാച്ച്മെൻ്റ് ഉള്ളത്. അപ്പോൾ ആ അറ്റാച്ച്മെൻ്റ് എല്ലാം എററുകളാണ്. അതിനെല്ലാം ഡിറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു എററും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് അടുത്തൊരു ഘട്ടത്തിലേക്ക് മൂവ് ആകാം. ജീവൻ്റെ പരിണാമത്തിനെ നമുക്ക് അടുത്തൊരു ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ജീവൻ്റെ പരിണാമത്തിനാണ് നമ്മൾ ഈ ലൈഫ് എടുത്തിരിക്കുന്നത്. ഈ ലൈഫ് വെറും ഒരു ചുരുങ്ങിയ കാലഘട്ടം മാത്രമേ ഉള്ളൂ. പക്ഷേ ജീവൻ എന്ന് പറയുന്നത് ആഫ്റ്റർ ലൈഫ്, നമ്മുടെ ഈ ജന്മം കഴിഞ്ഞാലും ജീവൻ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ജീവനാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്, ജീവൻ്റെ പരിണാമത്തിനാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ നമ്മുടെ ഫിസിക്കലി ആ ഒരു ഹെൽത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുമ്പോഴാണ് നമ്മളുടെ ജീവനെ കൂടുതൽ പരിണാമത്തിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് സഹായിക്കാനും പറ്റുള്ളൂ. നമുക്ക് ആരോഗ്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ജീവൻ നിലനിർത്താൻ സാധിക്കില്ല. അപ്പോൾ ഭയങ്കര സഫറിങ് ആയിരിക്കും. അപ്പോൾ ഹെൽത്തും ഇമ്പോർട്ടൻ്റ് ആണ്, അതേപോലെ തന്നെ നമ്മുടെ ജീവൻ്റെ പരിണാമവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് ഇങ്ങനെ നമുക്ക് റീപ്രോഗ്രാമിംഗ് ചെയ്യാം. എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽഡായിട്ട് പ്രാക്ടിക്കലി പറയാൻ സാധിക്കില്ല. വളരെ കുറച്ച് കാര്യം മാത്രമാണ് ഇതിലൂടെ പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ ഇതൊരു വെറും ഒരു ഇൻ്റലക്ച്വൽ നോളജ് മാത്രമാണ് വീഡിയോയിലൂടെ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. പ്രാക്ടിക്കൽ സെക്ഷനാണെങ്കിൽ ഇതിൽ കൂടുതൽ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഇൻ്റലക്ച്വലായിട്ട് മാത്രമാണ് വീഡിയോയിലൂടെയൊക്കെ പറയാൻ സാധിക്കുള്ളൂ. ഓക്കെ, താങ്ക് യു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.